ഹലോ, ഇതാ ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഒരു വെള്ളയപ്പം, അതായത് നമ്മുടെ പാലപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. നല്ല സോഫ്റ്റ് പാലപ്പം ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ മറ്റൊരു ദിവസം പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാ ഞാനിതിപ്പം ക്ലിയറാക്കി പറഞ്ഞുതരാം. നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 1.5 നാഴി പച്ചരിയാണ്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. കഴുകി വൃത്തിയാക്കി അരക്കാനുള്ള വെള്ളത്തിൽ തന്നെ വേണം അത് പൊതിർത്ത് വെക്കാനെ കൊണ്ട്. അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. എല്ലാം നല്ല വൃത്തിയാക്കിയ വെള്ളമാണ്. ഇനി ഇതിലേക്ക് നമ്മളിടാൻ പോകുന്നത് ഈസ്റ്റ് കുറച്ച് മതി. ഈ ഒരു ചെറിയ അളവ്, അതിൻ്റെ മൂടി തന്നെയുള്ള അളവ് പാത്രം. അതല്ലെങ്കിൽ ഒരു ചെറിയൊരളവിൽ ഈസ്റ്റ് ഇടുക. പച്ചരി കഴുകി വൃത്തിയാക്കി അതേ അരക്കണ്ട വെള്ളത്തിൽ ഒരിത്തിരി ഈസ്റ്റ് ഇട്ട്. ഇനി ഇടുന്നത് 1.5 നാഴി അരിയാണെങ്കിൽ ഒരു അരക്കപ്പിനടുത്ത് ചോറ്. അരക്കപ്പിനടുത്തുള്ള ചോറാണ് ഇട്ടത്. അതേപോലെ തന്നെ ഒരു ചെറിയ തേങ്ങയാണ്, അരമുറി തേങ്ങ, അതും കൂടി ഇതിൽ 1 സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇത് രാവിലെ എടുത്ത് അരച്ച് നല്ല ഒന്നാം തരം വെള്ളപ്പം കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. നല്ലപോലെ കഴുകിയ പച്ചരിയിലേക്ക് കുറച്ച് ഈസ്റ്റ്, അരപ്പാത്രം അളവിൽ ചോറ്, അതേ അളവിൽ തേങ്ങ, 1 സ്പൂണ് പഞ്ചസാര, ഇതെല്ലാം ഇട്ടതിന് ശേഷം അതേ നിലയുറപ്പിൽ വെള്ളവും വെച്ചതിന് ശേഷം തലേന്ന് രാത്രി പൊതിർത്ത് വെച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ എടുത്ത് അരച്ച് അപ്പം തന്നെ നല്ല അടിപൊളി സോഫ്റ്റ് വെള്ളപ്പം. ഓക്കെ, ആരും അഭിപ്രായം പറയാൻ മറക്കരുത്. ചെയ്ത് നോക്കാനും വിട്ടുപോകരുത്. ഓക്കെ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.